അന്താരാഷ്ട്ര കപ്പൽപാതയായ ബാബൽ മന്ദബ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ അനുകൂല ഹൂത്തി വിമതർ നടത്തിയ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഒരു വർഷത്തിനിടെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ മരണങ്ങളാണ്. അതിന് തൊട്ടുപിന്നാലെ ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള അമേരിക്കൻ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച മറ്റൊരു ചരക്ക് കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യവും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. 6 മാസമായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കപ്പൽപാതകളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 2 ആക്രമണങ്ങൾ. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് സമുദ്രത്തിൽ പുതിയ യുദ്ധമുഖം തുറക്കപ്പെട്ടിരിക്കുന്നത്. യമൻ ഗതാഗത മന്ത്രാലയത്തിന്റെ വിവരമനുസരിച്ച് ടാൻസാനിയൻ പതാകയുള്ള ഈജിപ്ഷ്യൻ ഉടമസ്ഥയിലുള്ള തിഹാമ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഹൂത്തികൾ മിസൈൽ തൊടുത്തത്. കൊല്ലപ്പെട്ടവരിൽ 3 പാകിസ്ഥാൻ പൗരന്മാരും ഒരു ഇന്തോനേഷ്യൻ പൗരനും ഉൾപ്പെടുന്നു. ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്താൻ എത്തിയ യമൻ സർക്കാരിനെ അനുകൂലിക്കുന്ന നാഷണൽ റെസിസ്റ്റന്റ് ഫോഴ്സിലെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും തുടർന്നുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. സൗദി അറേബ്യയുടെ സൈനിക സാമഗ്രികൾ കടത്തിയ കപ്പലാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഹൂതി അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഒമാൻ ഉൾക്കടലിൽ പനാമ പതാകയേന്തിയ വേലനോവ എന്ന കപ്പലിന് നേരെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മിസൈൽ ആക്രമണം നടത്തി. ഏപ്രിൽ പകുതിയോടെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധം ലംഘിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ച കപ്പലിന് നേരെയാണ് US നേവി ഹെലികോപ്റ്ററിൽ നിന്നും 2 മിസൈലുകൾ തൊടുത്തത്. ആക്രമണത്തിൽ കപ്പലിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ തകർന്നു. എന്നാൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. അതേസമയം അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട ആഭ്യന്തര ഏറ്റുമുട്ടലുകൾക്ക് കൂടി USS എബ്രഹാം ലിങ്കൺ വേദിയാവുകയാണ്. ദീർഘകാലത്തെ കടൽ ജീവിതവും കപ്പലിലെ മോശമായ ജീവിത സാഹചര്യങ്ങളും സൃഷ്ടിച്ച മാനസിക സമ്മർദ്ദമാണ് ഈ കപ്പലിലെ നാവികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചത്. ഈ അക്രമങ്ങളിൽ 7 US നാവിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കപ്പലിന്റെ ദീർഘകാല വിന്യാസത്തിനെതിരെ കപ്പലിലെ ജീവനക്കാരുടെ കുടുംബങ്ങൾ അമേരിക്കയിൽ പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ US സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാഡ് കൂപ്പറിന്റെ ഉപദേഷ്ടാവ് ഈ കപ്പലിലെത്തിയിരുന്നു. എന്നാൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ ഈ ഉപദേഷ്ടാവിന് നേരെ രോഷാകുലരായ ജീവനക്കാർ അസഭ്യവർഷം നടത്തുകയും വെള്ളക്കുപ്പികൾ കൊണ്ട് എറിയുകയും ചെയ്തു. ഈ സംഭവം പിന്നീട് നിയന്ത്രണാതീതമായ ഒരു അക്രമത്തിലേക്ക് വഴിമാറുകയായിരുന്നു. തുടർന്ന് കപ്പലിലെ ജീവനക്കാർ തമ്മിൽ കത്തികളും മറ്റ് മൂർച്ചയേറിയ ആയുധങ്ങളും ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുകയായിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. 7 പേരുടെ മരണത്തിനും നിരവധി പേരുടെ പരിക്കിനും ഇടയാക്കിയ ഈ ഏറ്റുമുട്ടലിന് ശേഷവും ആ കപ്പലിലെ അന്തരീക്ഷം അതീവ പിരിമുറുക്കം ഉള്ളതായി തുടരുകയാണ്. ഇതിനു പുറമെ IRGC നാവികസേനയുടെ ആക്രമണത്തിൽ USS എബ്രഹാം ലിങ്കണിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ കഴിഞ്ഞ 263 ദിവസമായി അവിടെ തന്നെ കഴിയുകയാണ്. ജൂലൈ മാസത്തിൽ ഒമാനിൽ നിർത്തിയ കുറഞ്ഞ സമയം ഒഴിച്ചു നിർത്തിയാൽ തുടർച്ചയായി 208 ദിവസമാണ് ഈ കപ്പൽ കടലിൽ ചെലവിട്ടത്. ആധുനിക യുഗത്തിൽ ഒരു അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ വിന്യാസമാണത്. കപ്പലിലെ ഭക്ഷണത്തിന്റെ അളവ് കുറച്ചതിനെതിരെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഭക്ഷണത്തിലെ കുറവിന് പുറമെ കപ്പലിലെ ശുചിത്വ സാഹചര്യങ്ങളും വളരെ പരിതാപകരമായി മാറി. കഴിഞ്ഞ 2 ആഴ്ചയായി കപ്പലിലെ അലക്ക് സൗകര്യങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ്. കൂടാതെ ഷവർ ഏരിയകളിൽ പടർന്നു പിടിച്ച പൂപ്പൽ കാരണം അംഗങ്ങളിൽ പലർക്കും കടുത്ത ഫംഗസ് അണുബാധ ഉണ്ടാവുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആധുനിക സജ്ജീകരണങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകളിലെ യഥാർത്ഥ അവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.